ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC കഴിഞ്ഞവർക്കുള്ള 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. polyadmission.org എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് റെഗുലർ എന്നും ലാറ്ററൽ എന്നും കാണാം. റെഗുലർ എന്ന് പറയുന്നത് നമ്മുടെ 3 വർഷത്തെ ഡിപ്ലോമ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ളതാണ് റെഗുലർ. ലാറ്ററൽ എന്ന് പറയുന്നത് +2 കഴിഞ്ഞവർക്കുള്ളതാണ്. ഡയറക്റ്റായിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ ലാറ്ററൽ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ റെഗുലറിൻ്റെ ആണ് പറയുന്നത്. അതിനായിട്ട് ഇവിടെ ജസ്റ്റ് നിങ്ങൾ റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഡ്മിഷൻ 22/5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ഫീ റെമിറ്റൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/6/2024 അതായത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡേറ്റ് ആണ് പറയുന്നത് 11/6. പിന്നെ സബ്മിഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12/6/2024. പിന്നെ ബാക്കിയുള്ള ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പ്രോസ്പെക്ടസ്, അതായത് നിങ്ങളുടെ കോളേജുകളുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. നിങ്ങളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോഡൽ പോളിടെക്നിക് കോളേജുകളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കും, നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ആദ്യം തന്നെ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതാണ്. അതിനുശേഷമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കുക. SSLC, THSLC, VHSC അതിന് തത്തുല്യമായിട്ടുള്ള ഇത് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് 2 സ്ട്രീമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. ഒന്ന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളാണ്, രണ്ടാമത്തേത് നോൺ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സ്ട്രീം 1, സ്ട്രീം 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവണം. നോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കണക്കും ഇംഗ്ലീഷും മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ്, KEIB, IHRD, LBS പോളിടെക്നിക് കോളേജുകളിലേക്കും വിവിധ ശാസ്ത്രീയ പോളിടെക്നിക്കുകളിലേക്കും NCC സ്പോർട്സ് കോട്ടകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപ്പം NCC കോട്ട, സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരും ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്കെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നല്ലോണം വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ പേര് എന്താണ്, SSLC ആണോ, THSLC ആണോ, VHSC ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ് 2024 ആണെങ്കിൽ അത് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ SSLCയുടെ രജിസ്ട്രേഷൻ നമ്പറാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ അതിൽ നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ വരുന്നത് നിങ്ങളുടെ പേരാണ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ വേണം കൊടുക്കാൻ. കാരണം OTP അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇമെയിൽ ഐഡിയിലേക്കും ഈ പറഞ്ഞ ഡീറ്റെയിൽസുകളൊക്കെ വരും. അതുകൊണ്ട് അത് രണ്ടും വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കണം. പിന്നെ ഫീ ടൈപ്പ് ജനറൽ ആണോ, SC ST ആണോ, ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങളിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്രയും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ വരും. അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിത് സേവ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണോ, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1, ഗേറ്റ്വേ 2 എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഗേറ്റ്വേ 2 ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. കാർഡ് പേയ്മെൻറ്റ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ അതോ UPI ഗൂഗിൾ പേ വഴിയാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു GRN നമ്പർ ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ പേയ്മെൻറ്റ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും
പേയ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഏതാണോ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പം ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാർഡ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ല UPI വഴിയാണെങ്കിൽ ആ ഒരു UPI അഡ്രസ്സ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബാങ്കൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ ഉണ്ടായിരിക്കണം, എങ്കിലും നിങ്ങളുടെ ട്രാൻസാക്ഷനൊക്കെ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ റീഫണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അതിൻ്റെ താഴെയായിട്ട് ഇവിടെ പ്രിൻറ്റ് ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ഫീ റെസിപ്റ്റ് ഒക്കെ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ 1 day രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ഒരു അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ നിങ്ങൾ പാസ്വേഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് OTP എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഒരു OTP നമ്പർ അവിടെ വരും. ആ ഒരു OTP നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഏതൊരു കോട്ടയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് വരുന്നത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ട സീറ്റ്സ്, പിന്നെ ആപ്ലിക്കേഷൻ ഫോർ NCC കോട്ട സീറ്റ്സ്, സ്പോർട്സ് കോട്ട സീറ്റ്സ്, മാനേജ്മെൻറ്റ് കോട്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ളവരെല്ലാം ഫസ്റ്റ് ഗവൺമെൻറ് കോട്ട സീറ്റ്സിലേക്കായിരിക്കും. അതായത് ഗവൺമെൻറ് എയ്ഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഗവൺമെൻറ് എയ്ഡഡ്, പിന്നെ സെൽഫ് ഫിനാൻസ് ഇങ്ങനെയുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പം അത് ക്ലിക്ക് ചെയ്യുന്നവർ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതല്ല NCC സ്പോർട്സ് കോട്ടയിലേക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ലിങ്ക് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റഡ് കോപ്പിയാണ്. കോപ്പിയും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അതായത് ദ സെക്രട്ടേറിയറ്റ് കേരള സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം, പിന്നെ ആ ഒരു പിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്കും NCC കോട്ടയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾ ജനറൽ അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ജനറൽ കോട്ട അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോർ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഗവൺമെൻറ് സീറ്റ് എന്നുള്ള അതിലേക്ക് നിങ്ങൾ പ്രത്യേകമായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി NCC കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ NCC എന്താണോ ആ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, അറ്റസ്റ്റഡ് കോപ്പിയും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി നിങ്ങൾ ദ NCC ഡയറക്ടറേറ്റ് കേരള ആൻഡ് ലക്ഷദ്വീപ് PB നമ്പർ 2212 തിരുവനന്തപുരം എന്ന ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫോർ ഗവൺമെൻറ് കോട്ട സീറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ വരും. അപ്പോൾ നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. ഫസ്റ്റ് പറയുന്നത്, നിങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷ മാത്രം, അതായത് നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏതൊരു ജില്ലയിലുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ അപേക്ഷ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞ റിസർവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ കരുതേണ്ടതാണ്. അഡ്മിഷൻ ടൈമിൽ അതിൻ്റെ എല്ലാ ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ റിസർവേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് തെറ്റാതെ അതിനകത്ത് നോക്കി കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ തെറ്റായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ അഡ്മിഷനെ ആയിരിക്കും ബാധിക്കുന്നത്. നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലായി പോകും. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ നെയിം ഓഫ് ഫാദർ, ഗാർഡിയൻ, മദർ കൊടുക്കുക. റിലേഷൻഷിപ്പ് വിത്ത് ആപ്ലിക്കൻറ്റ് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. മൊബൈൽ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ആധാർ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ശേഷം കേരളീയറ്റ് ആണോ നോൺ കേരളീയറ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. നാഷണാലിറ്റി കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ വരുന്നത് ആപ്ലിക്കേഷൻ ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് അതർ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ആനുവൽ ഇൻകം ആണ് കൊടുക്കേണ്ടത്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ആർ യു എലിജിബിൾ ഫോർ റിസർവേഷൻ അണ്ടർ ഇന്റർ കാസ്റ്റഡ് മാരേജ്. അതൊക്കെ ഇന്റർ കാസ്റ്റഡ് മാരേജിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ആണ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വെദർ OEC ആണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ക്രിമിലിയർ ആണോ അല്ലയോ എന്നുള്ളതാണ്. നോൺ ക്രിമിലിയർ ആണെങ്കിൽ നിങ്ങൾ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ NCL സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അഡ്മിഷൻ ടൈമിൽ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതല്ല ക്രിമിലിയർ ആണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
നെക്സ്റ്റ് പറയുന്നത് വെദർ ബിലോങ്സ് ടു എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, EWS വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് വരുന്നത് ഹാവ് യു പാസ്ഡ് VHSC, അതായത് VHSC പാസ്സായവരാണെങ്കിൽ അതവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് വരുന്നത് ആർ യു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, അപ്പോൾ ആ ഒരു ഡിസേബിലിറ്റിയിൽ വിഭാഗത്തിൽ വരുന്നവർ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ടിക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ വരുന്നത് ആപ്ലിക്കേഷൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നെയിം ഓഫ് എക്സാമിനേഷൻ ആണ്. അത് SSLC ആണോ, THSLC ആണോ, VHSC ആണോ, ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്പർ ഓഫ് സബ്ജക്ട്സ്, നിങ്ങൾക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ടോ അത്രയും സബ്ജക്ട്സ് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇയർ ഓഫ് പാസിംഗ് 2024 ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ല അതിന് മുൻവർഷം പാസ്സായവരാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ എക്സാം രജിസ്റ്റർ നമ്പറാണ്, SSLC സർട്ടിഫിക്കറ്റ് നോക്കിയത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ, നിങ്ങൾ എത്ര പ്രാവശ്യം എടുത്തിട്ടാണ് SSLC പാസ്സായതാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 1 കൊടുക്കുക. അതല്ല സേ എക്സാം ഒക്കെ എഴുതി പാസ്സായവരാണെങ്കിൽ 2 എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. സബ്ജക്ട്സ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നോക്കി തെറ്റാതെ ഓരോ സബ്ജക്ട്സും നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുക്കുന്നതാണ്. ഈ ഒരു പേജ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഫസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഡിസ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ താല്പര്യം ആ ഒരു ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ, ഫസ്റ്റൊക്കെ നിങ്ങൾ പോളിടെക്നിക് ഗവൺമെൻറ് കോളേജുകൾ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം സെൽഫ് ഫിനാൻസ് കോളേജുകളാകുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും. ഗവൺമെൻറ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫീസ് കൊടുക്കാതെ തന്നെ പഠിക്കാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഗവൺമെൻറ് കോളേജ് തന്നെ കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു ഓപ്ഷൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ശേഷം നിങ്ങളുടെ കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പം ഏത് എഞ്ചിനീയറിംഗ് കോഴ്സാണോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഫോർ എക്സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് വെക്കുക. നെക്സ്റ്റ് വീണ്ടും നിങ്ങൾ സെക്കൻഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് മറ്റൊരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്തു, മറ്റൊരു ഗവൺമെൻറ് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ സെയിം കോഴ്സ് തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എഞ്ചിനീയറിംഗ് കോഴ്സാണ് താല്പര്യം അത് നിങ്ങൾക്ക് എത്ര ഓപ്ഷനുകളായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ 30 ഓപ്ഷൻസ് വരെയാണ് നിങ്ങൾക്ക് ടോട്ടൽ കൊടുക്കാൻ സാധിക്കുന്നത്. മാക്സിമം 30 വരെ നിങ്ങൾ കൊടുക്കുക. പിന്നെ താഴോട്ടൊക്കെ, അതായത് ആദ്യമൊക്കെ ഗവൺമെൻറ് കൊടുത്തിട്ട് പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് കൊടുത്തിട്ട് പിന്നെ താഴോട്ടൊക്കെ സെൽഫ് ഫിനാൻസ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഓപ്ഷൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ 10 ഓപ്ഷൻ മതിയെങ്കിൽ അങ്ങനെ മതി, 20 ഓപ്ഷൻ മതിയെങ്കിൽ അങ്ങനെ മതി, നിങ്ങളുടെ ചോയ്സ് ആണത്. ഓക്കെ. ശേഷം നെക്സ്റ്റ് പേജിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു ഓപ്ഷൻസ് ആ ഒരു ഓർഡറിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ഏതെങ്കിലും ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ ചെയ്യാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഒരു ഡിക്ലറേഷൻ പേജ് ആണ്. അതായത് നിങ്ങൾ കൊടുത്ത എല്ലാ ഡേറ്റാസും സത്യസന്ധമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയായ ഡേറ്റാസ് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു ഡിക്ലറേഷൻ ആണ്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ ഐ എഗ്രി എന്നുള്ളിടത്ത് ടിക്ക് കൊടുക്കുക. ശേഷം സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ പേജാണ്. അതായത് നിങ്ങൾ കൊടുത്ത മുഴുവൻ ഡേറ്റാസ് നിങ്ങൾക്ക് ആ ഒരൊറ്റ പേജിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓരോ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് ആണെങ്കിൽ എഡിറ്റ് ബേസിക് ഡീറ്റെയിൽസ്, അങ്ങനെ ഓരോന്നിനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. ആ ഒരു പേജിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്സ് തിരുത്താവുന്നതാണ്. അതല്ല നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സബ്മിറ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. കാരണം അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് കൂടിയാണ് സർട്ടിഫിക്കറ്റുകളുടെ കൂടെ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ജസ്റ്റ് പ്രിന്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് 3 അലോട്ട്മെന്റ്സ് ആണ് വരുന്നത്. അതിനുശേഷം സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ സ്പോട്ട് അലോട്ട്മെന്റ്സ് ഒക്കെ നടത്തും. ഓരോ അപ്ഡേറ്റ്സും അതാത് ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് ആവശ്യമായിട്ടുള്ളത്, ഫീ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്